മണ്ണിടിഞ്ഞു വീണ താമരശ്ശേരി ചുരത്തിൽ പാറകൾ പൊട്ടിക്കുന്ന നടപടി തുടങ്ങി. ഹിറ്റാച്ചിയുടെ സഹായത്തോടെയാണ് പാറകൾ പൊട്ടിക്കുന്നത്. മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ചുരം വഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. അതേസമയം അപകടങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ വയനാട്ടിലേക്കുള്ള ബദൽ റോഡുകൾ വേണമെന്ന് ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ഇതിന്റെ ബൈപ്പാസും അതുപോലെ പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡ് ഒരു 100-150 കോടി രൂപയുണ്ടെങ്കിൽ നടപ്പിലാവും. വളരെ നല്ല രീതിയിൽ വിഭാവനം ചെയ്ത് വടക്കൻ മലബാറുമായിട്ടും അതുപോലെ മംഗലാപുരം കർണാടക മേഖലയായിട്ട് കണക്ട് ചെയ്യപ്പെടാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു റോഡാണ് അത്. വിഭാവനം ചെയ്തിരിക്കുന്ന തുരങ്കപാത ഉൾപ്പെടെ എത്ര കണക്ടിവിറ്റി വന്നാലും വയനാടിന് അത് ഒരിക്കലും ചെറുതാവില്ല. വയനാടിൻ്റെ ആവശ്യത്തിന് ഇനിയും കണക്ടിവിറ്റി റോഡുകൾ ഉണ്ടാവണം. അത് ചുരം ബൈപ്പാസ് എന്നുള്ളതും പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡ് എന്നുള്ളതും ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ്. അതിനുവേണ്ടിയുള്ള നടപടികളിലേക്ക് കടക്കണം. താമരശ്ശേരി ചുരം വഴിയുള്ള ഗതാഗതം ഉച്ചയോടെ പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് വയനാട് ജില്ലാ കളക്ടർ DR മേഘശ്രീ. നമ്മൾ ഇത് ക്ലിയർ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ സോയിൽ കൺസർവേഷൻ ഓഫീസർ, ജിയോളജിസ്റ്റ്, ഹസാർഡ് എന്ന ലിസ്റ്റും പിന്നെ ഫയറിന്റെ ആൾക്കാരും മോള് വരെ പോകുന്നുണ്ട്. ഡ്രോണിലെ നമ്മൾ പരിശോധിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതും. എന്തായാലും ദേ വിൽ ബി ഗോയിങ് അപ്പ്. ഒന്നും കൂടി ഒന്ന് നോക്കിയിട്ട് സെക്യൂരിറ്റി ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് പുനഃസ്ഥാപിക്കാം. പ്രോബ്ലി ബൈ ആഫ്റ്റർനൂൺ നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കൂ എന്ന പ്രതീക്ഷയിലാണെന്നുള്ളത്. വലിയ ക്രാക്ക് ഒന്നും കാണുന്നില്ല. പക്ഷേ ഡ്രോണൊക്കെ നോക്കുമ്പോൾ എന്തായാലും ഒന്നും കൂടി ഒരു ഫിസിക്കലായിട്ടൊന്ന് ഇൻസ്പെക്ഷൻ നമുക്ക് ചെയ്തിട്ട്. താമരശ്ശേരി ചുരത്തിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട്. സുർജിത്ത്, ഇത് ഒരു വശത്ത് ഇനിയും മണ്ണിടിയുമോ എന്നുള്ള ഒരു ഭയം, അതിന്റെ ഒരു ആശങ്ക, മറുവശത്ത് ഈ ഗതാഗത തടസ്സം വലിയ രീതിയിൽ ഉണ്ടാകുന്നു. രണ്ടിനും ഏറ്റവും പെട്ടെന്ന് തന്നെ അതിനൊരു പരിഹാരം വേണമെന്നുള്ളതാണ്. സ്മിത, നമുക്ക് ആദ്യം ഈ ദൃശ്യം കാണാം. ആ ദൃശ്യം എന്ന് പറയുന്നത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇതിന് മുകളിലേക്ക്, അതായത് ഇത് പൊട്ടിയ പ്രദേശമുണ്ട്. ആ പൊട്ടിയ പ്രദേശത്ത് അവിടെ കയറി ഇളകി നിൽക്കുന്ന പാറകൾ തള്ളിയിടാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതായത് ഇനിയും ഇളകി നിൽക്കുന്ന ധാരാളം പാറകളുണ്ട്. ആ പാറകൾ താഴേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇനി കനത്ത വീണ്ടും മഴ പെയ്താൽ സ്വാഭാവികമായും താഴേക്ക് ഇത്തരം പാറകൾ പതിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നടപടിയുമായി ഇപ്പോൾ ഫയർഫോഴ്സ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. അവിടെ ഇളകി നിൽക്കുന്ന പാറകൾ താഴേക്ക് എത്തിക്കുക, അത് വേഗത്തിൽ തന്നെ എത്തിച്ച് അതുകൂടി പൊട്ടിച്ച് നീക്കുക എന്നുള്ളതാണ് ദൗത്യം. അതുമായി ബന്ധപ്പെട്ട് ഈ ആയുധങ്ങളും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ടാണ് അവർ മുകളിലേക്ക് പോയിട്ടുള്ളത്. ഏതാണ്ട് 80 അടി മുകളിൽ നിന്നാണ് താഴേക്ക് കൂറ്റൻ പാറകൾ പതിച്ചിട്ടുള്ളത്. അത് കൃത്യമായ രീതിയിൽ തന്നെ പരിശോധന നടത്തി. മറ്റ് വിള്ളലോ വിടവുകളോ ഒന്നും തന്നെ മുകളിലില്ല എന്നുള്ള തരത്തിലുള്ള ഒരു പ്രാഥമിക പരിശോധന നിഗമനമാണ് ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റി, ഒപ്പം തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ, അതായത് ഈ മണ്ണ് സംരക്ഷണം ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെയുള്ളവയുടെ സംയുക്ത പരിശോധനയാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ആ പരിശോധനയിൽ കൃത്യമായ രീതിയിൽ തന്നെ ഈ എന്താണ് ഇവിടെ സംഭവിച്ചത്, ഇനി ഇത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ എന്തടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരും. ആ ഒരു തരത്തിലുള്ള പരിശോധനയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഉച്ചയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട ഇവിടുത്തെ ഗതാഗതം അടക്കമുള്ള കാര്യങ്ങൾ പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് പങ്കുവെക്കപ്പെടുന്നത്. കാരണം ഇത് ഒരുപക്ഷെ ഇന്ന് ഉച്ചയോടുകൂടി ഇത് പൂർണ്ണമായ തോതിൽ തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള സാധ്യത കാണുന്നുണ്ട്. വളരെ വേഗത്തിൽ തന്നെ നടപടികൾ നീക്കി തുടങ്ങിയിരിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണുള്ളത്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങളുമായി ചേർന്നത്.